പോയി പുഴയിൽ മുങ്ങിക്കുളിച്ച് കിണ്ടിയിലും കുടത്തിലും വന്നതിന് ശേഷം മൃതദേഹം ചെതയിലേക്ക് എടുക്കും. സാധാരണ ആചാരവിധി പ്രകാര ചടങ്ങുകൾ ചെയ്തതിന് ശേഷം അവകാശികളെ കൊണ്ട് ചെതയ്ക്ക് തീ കൊളുത്തിക്കും. അത് കഴിഞ്ഞാൽ പോയി മുങ്ങിക്കുളിച്ച് വീണ്ടും അവർ പോകും. പിന്നീടുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ അസ്ഥി പെറുക്കലാണ്, സഞ്ചയനം. അതിനും ഈ കുളി എന്നുള്ളത് വളരെ ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ്. പിതൃക്കൾക്ക് ബലിയർപ്പിച്ച് മുങ്ങിക്കുളിച്ചാൽ പിന്നെ സുകൃതം. അതിന് മുങ്ങിക്കുളിക്കാൻ വെള്ളം വേണ്ടേ? ഇപ്പം നമുക്ക് ആയുർമഠത്തിൽ വന്നിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ ക്രിയകളെ ചെയ്യുകയാണെങ്കിൽ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഇപ്പം അവിടുന്ന് 1 കിലോമീറ്റർ നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. ഇല്ല, അപ്പോൾ അടുത്തതായിട്ടൊന്നും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇടയ്ക്കൊക്കെ അവിടെ വരുന്നതാണ്, ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്തുള്ള ആൾക്കാരുടെ ഒപ്പമൊക്കെ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമൊന്നും ഞങ്ങൾക്ക് ഓർമ്മയിലൊന്നും ഇത്രയൊരു വളർച്ച കണ്ടിട്ടില്ല. വെള്ളം കുറഞ്ഞത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഭംഗം വരിക എന്നുള്ളത് ഓരോ വിശേഷത്തെ സംബന്ധിച്ചും വലിയ വിഷയം തന്നെയാണ്. ആ വിശ്വാസപരമായ കാര്യങ്ങൾ തന്നെ ചടങ്ങുകൾ ചെയ്യണം എന്നുള്ള ഒരാളുടെ അവകാശമാണ് നമ്മൾ നിഷേധിക്കപ്പെടുന്നത്.